നമ്മള് വെട്ടി മാറ്റിയതായിട്ട് എവിടെയെങ്കിലും ഒരു വരി കാണിച്ചെന്നാല് കല്ലേൽ സാഹിബിന് 1 കോടി രൂപ വരും. എവിടെ ഉസ്താദെ, എന്നെ നിങ്ങൾക്ക് അറിയാലോ, എനിക്കാണെങ്കിൽ മക്കളില്ല, 1 ഇഞ്ച് ഭൂമി ഈ ദുനിയാവിൽ എനിക്കില്ല, ഒരു ജോലിയുമില്ല. ആകെയുള്ള വരുമാനം എന്ന് വെച്ചാൽ ഗവൺമെൻറ് തരുന്ന 2000 റുപ്യ ഉണ്ട്, അതാ. പിന്നെ നിങ്ങളെപ്പോലത്തെ പലരുടെയും സഹായം കൊണ്ടാണ് പട്ടിണി കിടക്കാതെ രോഗത്തിന് മരുന്ന് മേടിക്കാൻ കൊടുങ്ങാതെ അങ്ങ് പോകുന്നത്. വസ്ത്രവും ഭക്ഷണവും മരുന്നും ഒക്കെ കിട്ടുന്ന നിങ്ങളെപ്പോലത്തെ ആൾക്കാരുടെ സഹായം കൊണ്ടാണ്. അങ്ങനെയുള്ള എനിക്ക് 1 കോടി റുപ്യ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അവസ്ഥ. അതെ, പക്ഷെ ആ കോടി എനിക്ക് വേണ്ട. നിങ്ങൾ എന്നെ സഹായിച്ചിട്ടില്ലേ, അതുപോലുള്ള സഹായമാണെങ്കിൽ ഓക്കെ, അത് ഞാൻ സ്വീകരിക്കും. ഈ കോടി വേണ്ട. ഈ കോടി നിങ്ങൾക്ക് തരാൻ കഴിയില്ല. കാരണം എന്താണ്? നിങ്ങൾ വെട്ടി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ നൂറുൽ അബ്സാർ പള്ളി ദർസിൽ ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന 10 കിതാബില്ലേ, അതിലെന്താ പഠിപ്പിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കെട്ടിയത് അലസ്വദർ, നെഞ്ചിൻ്റെ മുകളിലായിരുന്നു, നെഞ്ഞുമ്മലായിരുന്നു, നെഞ്ചിലായിരുന്നു കൈ കെട്ടിയത് എന്നാ കിതാബുള്ളത്. പക്ഷെ കേരളത്തിൽ സുന്നി മുജാഹിദും വാദപ്രതിവാദം നടത്തി കൈകെട്ടേണ്ടി എവിടെയാന്നുള്ള വാദപ്രതിവാദം കേരളത്തിൽ ഒട്ടാകെ നടന്നപ്പോൾ മൊയ്ലിയമാർക്ക് മനസ്സിലായി നമ്മളെ കിതാബിൽ ഇങ്ങനെയാണെന്നുള്ളത്. നമ്മൾ എഴുതിയുണ്ടാക്കിയ കിതാബിൽ നെഞ്ഞത്താണെങ്കിൽ കൈകെട്ടേണ്ടത് എന്നാണല്ലോ ഉള്ളത് എന്ന് മനസ്സിലാക്കിയ ഉസ്താദ്മാർ എന്ത് ചെയ്തെന്നോ അലൽ സദർ എന്നത് മാറ്റി, അത് വെട്ടി, പെണ്ണുകൊണ്ടാടെ വെട്ടി കാണാം നിങ്ങൾക്ക്. എന്നിട്ട് അതിൻ്റെ നേരെ താഴെ, താഴെ എന്ന് ചേർക്കുകയും ചെയ്തു. എങ്ങനെ? നെഞ്ഞിൻ്റെ താഴെയാണ് കൈകെട്ടേണ്ടതെന്ന് അവിടെ ചേർക്കുകയും ചെയ്തു. ആ കിതാബ് ഇപ്പോൾ ഉണ്ടല്ലോ, ഏത് പള്ളി ദർശിക്കാരിയാൽ നിങ്ങൾക്ക് കിതാബ് കിട്ടും. ഇതിങ്ങൾക്ക് കയ്യിൽ കാണുകയും ചെയ്യാം. വെട്ടി മാറ്റിയാൽ ഉസ്താദ് അത് പോവില്ല. പലരും അങ്ങനെയാണ് കുടുങ്ങിയത്. ബൈബിളിൽ വെട്ടി മാറ്റിയതൊക്കെ കുടുങ്ങിയില്ലോ. അങ്ങനെ ഗ്രന്ഥങ്ങളിലുള്ള വെട്ടി മാറ്റിയവരൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. ഉസ്താദ്മാരെ നിങ്ങളും കുടുങ്ങി. അപ്പോൾ അതൊന്ന് തുറന്നു നോക്കിയാൽ മതി. എനിക്ക് നിങ്ങളെ കോടിയൊന്നും വേണ്ട, ഈ വകയിൽ 1 കോടിയും വേണ്ട, 1 ഉറുപ്പിയും വേണ്ട. എല്ലാത്ത നിലയ്ക്ക് നിങ്ങൾ എത്ര തന്നാലും, നിങ്ങൾ ആരോട് മാറ്റി തന്നാലും ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. എൻ്റെ അവസ്ഥ അതാണ്. ഞാനതിന് അർഹനാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.